KSRTC ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശവുമായി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ. KSRTC ബസ്സിൽ രാഷ്ട്രീയ പോസ്റ്ററുകൾ പാടില്ല. താൻ ഉൾപ്പെട്ട പോസ്റ്ററുകളാണെങ്കിൽ പോലും അനുവദിക്കരുത്. യൂണിയനുകൾ പോസ്റ്റർ ഒട്ടിക്കുന്നത് ഒഴിവാക്കണമെന്നും പാലിക്കാത്തവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി. നമ്മുടെ അംഗീകൃത യൂണിയനുകൾക്കും അംഗീകാരമില്ലാത്ത യൂണിയനുകൾക്കും അതാത് ഡിപ്പോകളിൽ കൃത്യമായി അവരുടെ പോസ്റ്ററുകളും അവരുടെ നിർദ്ദേശങ്ങളും പ്രദർശിപ്പിക്കാനുള്ള ബോർഡിനുള്ള സൗകര്യം എല്ലാ ATOമാരും ചെയ്ത് കൊടുക്കണം. അവർക്ക് അംഗീകൃത യൂണിയന് 3 യൂണിയനുണ്ട്, അവർക്ക് പ്രത്യേകം. അതുപോലെ അംഗീകാരമില്ലാത്ത യൂണിയനുകൾക്ക് ആവശ്യപ്പെട്ടാൽ അവർക്കും അവരുടെ ബോർഡും കാര്യങ്ങളും എല്ലായിടത്തും പോസ്റ്റർ ഒട്ടിക്കരുത്. നിങ്ങളുടെ സംസ്ഥാന സമ്മേളനങ്ങൾ വരും ഒന്നും ഒട്ടിക്കരുത്. വണ്ടിയിൽ ഒട്ടിക്കരുത്, ബസ് സ്റ്റേഷനിൽ ഒട്ടിച്ച് നവീകരിക്കരുത്. ബസ് സ്റ്റേഷനകത്ത് ആരുടെയും പോസ്റ്റർ ഒട്ടിക്കേണ്ട. അത്തരത്തിൽ പോസ്റ്റർ ഒട്ടിക്കുകയോ ബസ്സിൻ്റെ പുറത്ത് പോസ്റ്റർ പതിക്കുകയോ ചെയ്താൽ നിങ്ങൾ ഉടൻ പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം. അത് ശരിയല്ല. ആ പോസ്റ്റർ ഒട്ടിച്ച സംഘടനയ്ക്കെതിരെ നമ്മൾ കേസ് കൊടുക്കും. KSRTC വിവരങ്ങൾ വിഷ്ണു കരുവാരക്കുണ്ട് നൽകും. വിഷ്ണു, എന്തൊക്കെയാണ് പുതിയ നിർദ്ദേശങ്ങൾ മന്ത്രിയുടെ? നികേഷ്, അല്പസമയം മുൻപാണ് മന്ത്രി ഗണേഷ് കുമാർ KSRTC ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വീഡിയോ നിർദ്ദേശവുമായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. അതായത് KSRTC ഡിപ്പോകളിലും അതുപോലെ തന്നെ ബസ്സുകളിലും രാഷ്ട്രീയ പോസ്റ്ററുകൾ ഒരു തരത്തിലും പാടില്ല എന്ന നിർദ്ദേശവുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കറിയാം, യൂണിയനും സർക്കാരുമായി ചെറിയ സുന്ദരപ്പിണക്കത്തിലൊക്കെ ഇരിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ ഒരു നിർദ്ദേശവുമായി ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വന്നത്. അതുപോലെ തന്നെ അതായത് ഈ ഒരു ഡിപ്പോകളിലും ബസ്സുകളിലും രാഷ്ട്രീയ പോസ്റ്ററുകൾ പാടില്ല. പോസ്റ്ററുകൾ ഒട്ടിക്കുന്നത് തന്നെ ഇത് ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിന് പരാതി നൽകാനും അവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ള മന്ത്രിയുടെ മുന്നറിയിപ്പായിരുന്നു മന്ത്രി അല്പസമയം മുൻപ് KSRTC ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നൽകിയത്. അതുപോലെ തന്നെ KSRTC ഡിപ്പോകളിൽ വൃത്തിയായി സൂക്ഷിക്കാനുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശവും മന്ത്രി ഇതിനോടകം തന്നെ ഈ വീഡിയോയിൽ പറയുകയുണ്ടായി. അതുപോലെ തന്നെ വൈദ്യുതി ഉപയോഗം കുറയ്ക്കുക എന്നുള്ള രീതിയിലുള്ള പല നിർദ്ദേശങ്ങളും മന്ത്രി ഈ ഒരു സാഹചര്യത്തിൽ KSRTC വെബ്സൈറ്റിൽ പറയുകയുണ്ടായി. ഡിപ്പോയും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാനും അതുപോലെ തന്നെ ചിലതൊക്കെ പറയാനുണ്ട് നിങ്ങളോട് എന്നുള്ള ടാഗ് ലൈനോട് കൂടിയായിരുന്നു മന്ത്രി ഈ ഒരു സന്ദേശം KSRTC വെബ്സൈറ്റിലൂടെ പറഞ്ഞത്. വൈദ്യുതി ഉപയോഗത്തിൽ വളരെയധികം 10 ലക്ഷത്തോളം രൂപയുടെ ലാഭമുണ്ടായി എന്നുള്ള ഒരു കണക്ക് കൂടി മന്ത്രി ഈ ഒരു വീഡിയോയിൽ പങ്കുവയ്ക്കുകയുണ്ടായി. അതുപോലെ തന്നെ അടൂര്, പത്തനാപുരം എന്നുള്ള ഡിപ്പോകളിലെ അഭിനന്ദിച്ചുകൊണ്ടും തന്നെ മന്ത്രി ഈ ഒരു രംഗത്ത് ഈ ഒരു വീഡിയോയിൽ പറയുകയുണ്ടായി. അതായത്